ചില മനുഷ്യരുടെ പെരുമാറ്റം അത് നമ്മൾ പറയാറുണ്ടല്ലേ. ഓ, എന്തൊരു ദുഷിച്ച സ്വഭാവമാണ് എന്നൊക്കെ. അപ്പം അത് അവരുടെ ആ ഒരു പെരുമാറ്റ രീതി നമ്മൾക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ട്. അത് വളരെ അനാരോഗ്യകരമാണ്. അപ്പോൾ ആരെയും നമ്മൾ മോശമായിട്ട് മുദ്ര കുത്തുകയല്ല. പക്ഷേ ചിലരുടെ ചില പെരുമാറ്റങ്ങൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പെരുമാറ്റ രീതികൾ എന്തൊക്കെയാണ്? ഇന്ന ഇന്ന പെരുമാറ്റ രീതികളുള്ള മനുഷ്യർ അവർ കുറച്ചൊരു ദോഷകാരികളാണ്. അവരെ നമുക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ആ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഡെയിലി ലൈഫിൽ സൈക്കോളജി റിലേറ്റഡ് കാര്യങ്ങളാണ് ചാനൽ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക, ഫാമിലി, ഫ്രണ്ട്സ്, സൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ള മറ്റുള്ളവരുമായി ഇത് ഷെയറും ചെയ്യുക. ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ആത്മാർത്ഥമായ സ്നേഹവും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. ഇനി ആത്മാർത്ഥത ഇല്ലെങ്കിൽ പോലും അങ്ങനെ നമ്മളോടൊരു സഹാനുഭൂതിയോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ഉണ്ടാകാറില്ല. നമ്മൾ വളരെ സന്തോഷത്തോടെ ചിലപ്പോൾ ഒരു ജോലി കിട്ടിയ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിവരമായിരിക്കാം, ഇവരോട് ചെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഇനി അഥവാ ഓ ആണോ എന്ന് ചോദിച്ചാൽ പോലും അവരുടെ മുഖത്ത് അതിൻ്റെ യാതൊരു സന്തോഷവും കാണത്തില്ല. അപ്പം നമുക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ അവർക്ക് അത്ര വലിയ സന്തോഷമുള്ളതായിരിക്കത്തില്ല. അത് അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ പ്രകടമാകും. പണ്ട് നിങ്ങൾക്ക് കുറേ ഉപകാരം ചെയ്തിട്ടുണ്ട്, അത് വർഷങ്ങൾക്ക് ശേഷവും പിന്നീടും അത് പറഞ്ഞ് നിങ്ങളെ മുതലെടുക്കുന്ന ടൈപ്പ് ചില മനുഷ്യരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരും കുറച്ച് ദോഷകാരികളാണ്. അങ്ങനെയുള്ളവരിൽ നിന്ന് നമ്മൾ കുറച്ച് അകലം പാലിക്കുന്നത് നല്ലതാണ്. അവർ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് അവരുടെ ഫേവറിൽ കൊണ്ടുവരും. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് അവർ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ആ ഒരു കൃത്രിമത്വ സ്വഭാവം അവർ കാണിക്കും. ഈ ദോഷകാരികളായിട്ടുള്ള മനുഷ്യരുടെ മറ്റൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ അവർ നുണ പറയും, പ്രവർത്തിക്കുകയും ചെയ്യും. അത് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളാകും, ചിലപ്പോൾ വലിയ കാര്യങ്ങളായിരിക്കും. അത് ചിലപ്പോൾ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് ഇവർ പലതവണ നുണ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് അവരിലൊരു വിശ്വാസം ഉണ്ടാകാനും പോകുന്നില്ല, അല്ലേ? സമയം കഴിയുമ്പോൾ തോറും നമുക്ക് ആ ഒരു വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരും. ഇതൊക്കെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ പോലും ഇവർ സാഹചര്യങ്ങളെയും വസ്തുതകളെയൊക്കെ വളച്ചൊടിക്കുകയും അവരുടെ കാര്യനേട്ടത്തിന് വേണ്ടിയിട്ട് നുണകൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ദോഷകാരികളായ മനുഷ്യരുടെ മറ്റൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർക്ക് നിരന്തരമായി വിമർശനം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളെ മോശമാക്കി പറയാനായിരിക്കും ഇവർക്ക് താല്പര്യം. അപ്പോൾ നിങ്ങൾ ഡൗൺ ആവുമല്ലോ, അപ്പോൾ അവർക്കൊരു സന്തോഷം കിട്ടും. നിങ്ങളുടെ നേട്ടങ്ങളോ അല്ലെങ്കിൽ നല്ല ഗുണങ്ങളോ ഒന്നും അവർ അംഗീകരിക്കില്ല. എന്ത് തന്നെ കാര്യമായാലും അത് ചിലപ്പോൾ എന്തായിരിക്കും, നിങ്ങളുടെ ഒരു ഡ്രസ്സായിരിക്കും, അതിൻ്റെ കളറും അതിൻ്റെ ആ ഒരു സ്റ്റൈലും എല്ലാം നല്ലതാണെങ്കിൽ പോലും അവർ അതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങിനെങ്കിലും ഒന്ന് കുറ്റം പറഞ്ഞിരിക്കും. അപ്പം അതായത് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും അവർക്കൊരു കുറ്റം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങളെ നിരാശപ്പെടുത്തുമെന്ന് അവർക്കറിയാം. അപ്പോൾ ഒരു ചെറിയ സന്തോഷം. ഈ ദോഷകാരികളായ മനുഷ്യരുടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അവർ അതൊരിക്കലും ഏറ്റെടുക്കത്തില്ല. അവർ അങ്ങനെ ഒരു കാര്യത്തെ കംപ്ലീറ്റ്ലി അങ്ങ് ഇഗ്നോർ ചെയ്ത് വിടും. അതല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും തലയിൽ കെട്ടി വയ്ക്കും. ഇപ്പം എന്തെങ്കിലും പറഞ്ഞ ഒരു സാഹചര്യമാണ് എങ്കിൽ ഇന്നയാൾ ഇന്നത് പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് പറഞ്ഞതാണ്, അല്ലാതെ ഞാനായിട്ട് അങ്ങനെ പറഞ്ഞതല്ല എന്നുള്ള രീതിയിലൊക്കെ. അതായത് എന്ത് തെറ്റ് സംഭവിച്ചെന്ന് പറഞ്ഞാലും അത് സമ്മതിക്കാതെ ചുറ്റുപാടുമുള്ളതിനെയോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെയോ കുറ്റപ്പെടുത്തും. അത് ഇവരുടെ ഒരു ടെൻഡൻസിയാണ്. ദോഷകാരികളായ മനുഷ്യരുടെ മറ്റൊരു കുഴപ്പമെന്ന് പറയുന്നത് ഇപ്പോൾ നല്ലപോലെ ഇരിക്കുന്ന മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാനായിട്ട് നോക്കും. ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഇച്ചിരി ഒരു ഈർഷ്യ അല്ലെങ്കിൽ ദേഷ്യമുണ്ട് എങ്കിൽ നിങ്ങൾ ആരുടെ കൂട്ടത്തിലിരിക്കുമ്പോഴാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അത് ചിലപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളാകാം, ചിലപ്പോൾ അത് നിങ്ങളുടെ കൂട്ടുകാരാകാം, ആര് തന്നെ ആയിക്കോട്ടെ. ആരുടെ കമ്പനിയിലാണോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അവരെ തമ്മിൽ തെറ്റിക്കാനായിട്ടൊരു ശ്രമം ഇവർ നടത്തും. അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെടുമല്ലോ. അങ്ങനെ ഒറ്റപ്പെടുന്നത് ഇവർക്കൊരു സുഖം കിട്ടും, ഒരു ചെറിയ മനസ്സുഖം. അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദോഷകാരികളായിട്ടുള്ള മനുഷ്യർ അവർ ട്രൈ ചെയ്യുകയും ചെയ്യും. അതിലവർ മിക്കവാറും തന്നെ സക്സസ് ആകുകയും ചെയ്യും. പിന്നെ ഈ ദോഷകാരികളായിട്ടുള്ള മനുഷ്യരുടെ മറ്റൊരു രീതി എന്ന് പറയുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി തീരുമാനം അങ്ങ് എടുക്കുക എന്നുള്ളതാണ്.
അല്ലേ? ചില ഇൻലോസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ഡ്രസ്സ് ഇടണം, അതല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോകണം, എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അത് എന്ന് പോകണം, എപ്പോൾ പോകണം, അതല്ലെങ്കിൽ ആരുടെ കൂടെ പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരങ്ങ് തീരുമാനമെടുക്കും. അതായത് നിങ്ങൾ ഒരു പേഴ്സൺ ആണെന്നും നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് അവഗണിക്കും. അവർ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് അവർ സ്ഥിരമായിട്ടങ്ങ് വാശി പിടിക്കും. അപ്പം അങ്ങനെ നിങ്ങളെ അവഗണിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സ്വഭാവം ഇങ്ങനെയുള്ള മനുഷ്യർക്ക് ഉണ്ടാകും. ഇങ്ങനെ ദോഷകാരികളായിട്ടുള്ള മനുഷ്യർക്ക് ക്ഷമയൊന്നും ചോദിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ടാകത്തില്ല. കാരണം അവരുടെ മനസ്സിൽ അവർ ശരിയാണ്, അല്ലേ? എപ്പോഴും ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ശരി എന്നുള്ളൊരു ഭാവത്തോടു കൂടിയായിരിക്കും അവർ കാര്യങ്ങൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അപ്പോൾ അവർ തെറ്റ് സംഭവിച്ചു എന്നവർക്ക് മനസ്സിലായാൽ പോലും അത് അവർ നേരത്തെ പറഞ്ഞല്ലോ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയേ ഉള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണം എന്നൊരു വാക്കൊന്നും അവരുടെ കയ്യിൽ നിന്ന് വരില്ല. കാരണം അവരെപ്പോഴും ശരിയാണ്. അപ്പോൾ ആ ഒരു അഡമൻ്റ് ആയിട്ടുള്ളൊരു നേച്ചറായിരിക്കും ഇങ്ങനെയുള്ളവർക്കുണ്ടാവുക. മറ്റൊരു കുഴപ്പം ഈ ദോഷകാരികളായിട്ടുള്ള മനുഷ്യർക്കുള്ളത് അസൂയയാണ്. മറ്റുള്ളവരുടെ വിജയം അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു നല്ല കാര്യങ്ങൾ വരുന്നത് അത് അവർക്ക് സഹിക്കാനേ പറ്റത്തില്ല. അപ്പം ആ സംഭവിച്ച വിജയം അത് അവരുടെ കഴിവ് കൊണ്ടല്ലെന്നും ഭാഗ്യം കൊണ്ടാണെന്നും ഒക്കെ ഒന്ന് നിസ്സാരവൽക്കരിച്ച് കാണും. ഓ, ഇത് ലക്ക് ഉണ്ടായിരുന്നുകൊണ്ടങ്ങ് കിട്ടിയത്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലങ്ങ് വളരെ നിസ്സാരവൽക്കരിച്ചിട്ട് അത് അസൂയ കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആൾക്കാർ. പിന്നെ ഈ ദോഷകാരികളായിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ ആ ഒരു സ്വഭാവം ചിലപ്പോൾ വളരെ സന്തോഷവും സ്നേഹവുമാണ് അവർ പ്രകടിപ്പിക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദേഷ്യമായിരിക്കാം. തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്കുണ്ടാക്കും. അതായത് രാവിലെ ഒരു രീതി, വൈകിട്ട് വേറൊരു രീതി. അങ്ങനത്തെ ആ ഒരു എന്താണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവരെ എപ്പോഴാ എന്തിനാ കിടന്ന് തുള്ളുന്നതെന്നോ ചാടുന്നതെന്നോ ഒക്കെ. ചിലപ്പോൾ നമ്മൾ അയ്യോ ഇനി എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ വളരെ കൂളായിട്ട് എടുക്കും ചെയ്യും. അപ്പോൾ ഒരു പ്രവചനാതീതമായിട്ടായിരിക്കും ഇവരുടെ ആ ഒരു മൂഡിൽ വരുന്ന വേരിയേഷൻസ്. അപ്പം ഇവരുടെ മൂഡ് അനുസരിച്ച് ഇവർ നമ്മളോട് തുള്ളിക്കൊണ്ട് വരും. വേറെ എന്തെങ്കിലും കാര്യമൊക്കെ മനസ്സിൽ വെച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് വരും. ചിലപ്പോൾ നമ്മളെ കുരുക്കിലാക്കാനായിട്ടായിരിക്കും സ്നേഹം ഭാവിച്ചു വരുന്നത്. അപ്പം അങ്ങനെയുള്ള ചില പെരുമാറ്റ രീതികളൊക്കെ ഈ ദോഷകാരികളായിട്ടുള്ള മനുഷ്യരിൽ കണ്ടുവരാറുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരാളൊരിക്കലും ദുഷ്ടനൊന്നും ആകുന്നില്ല, അല്ലേ? അല്ലെങ്കിൽ ദുഷ്ടൻ എന്ന് നമുക്ക് അവരെ പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് നമ്മളുടെ നല്ലതിന് ഹാനികരമാകുന്ന ചില വിഷ സ്വഭാവങ്ങൾ, അല്ലേ? ചിലരുടെ ഉള്ളിൽ ആ ഒരു വിഷം നിറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളവരുമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോഴാണ് നമുക്ക് അവരുടെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഫീല് വരികയാണ്, ഇവരത്ര ശരിയല്ല, ഇവരുമായിട്ട് ചേർന്നാൽ ഇത് മൊത്തം നെഗറ്റീവാണ്, ഇത് എനിക്ക് മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാകുമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തോന്നുകയാണെങ്കിൽ അതിന് നിങ്ങൾ വിശ്വസിക്കുക. ഇവർ ഇങ്ങനെയുള്ള മനുഷ്യരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ഒരു ബൗണ്ടറി, ഒരു അതിര് നിങ്ങൾ നിശ്ചയിക്കുക. ഇപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ റിയൽ ലൈഫിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാവുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പം സംഭവിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ട മുൻകരുതലുകൾ നിങ്ങൾ എടുക്കുക. പിന്നെ ഇപ്പം ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ചിലർ എന്തെങ്കിലും ഒരു പെരുമാറ്റം വന്നാൽ, അതായത് ഒറ്റപ്പെട്ട ഒരു പെരുമാറ്റം കൊണ്ട് അവരങ്ങനെ മോശം സ്വഭാവമുള്ളവരാകുന്നില്ല, അല്ലേ? അപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെയാണോ, അതായത് നിങ്ങൾ കുറച്ച് സമയമെടുത്ത് തന്നെ അവരെ വീക്ഷിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ഇവർ എപ്പോഴും ഇങ്ങനെയാണോ എന്നുള്ളത്. അങ്ങനെയുള്ളവരിൽ നിന്നാണ് നമ്മൾ അകലം പാലിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷ സ്വഭാവമുള്ള മനുഷ്യരുമായിട്ട് നിങ്ങൾക്ക് കൂടേണ്ടി വരികയാണെങ്കിൽ അത് നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ അത് ആ ഒരു നിങ്ങൾക്കുണ്ടാകുന്ന വിഷമവും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളോ ഒക്കെ ആയിട്ട് നിങ്ങൾ, അതായത് കുറച്ച് വിശ്വസിക്കാൻ പറ്റാവുന്നവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ റിലീഫ് ഉണ്ടാക്കും. പിന്നെ നിങ്ങളൊരു സെൽഫ് കെയർ എടുക്കുക. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ ചിലപ്പോൾ പല സാഹചര്യങ്ങളും നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും, അല്ലേ? അപ്പോൾ അത് നമ്മളുടെ ആ ഒരു ഡൗൺ ആകും. അപ്പോൾ അത് വരാതെ നമ്മളുടെ ആ ഒരു പോസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾക്ക് സന്തോഷം ലഭിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാൻ പറ്റുന്നത്, സെൽഫ് കെയറിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ കണ്ടെത്തി അതിന് നമ്മൾ മുൻഗണന നൽകി അത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇങ്ങനെയുള്ള സ്വഭാവമുള്ളത് ആരും തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ളവരോ നിങ്ങളുടെ കൂട്ടുകാരോ ആരും ആയിക്കോട്ടെ, നമ്മളുടെ ആ ഒരു മെൻ്റൽ ഹെൽത്ത്, നമ്മളുടെ സന്തോഷവും സമാധാനം അതിനായിരിക്കണം നമ്മൾ മുൻഗണന നൽകേണ്ടത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ
നിന്ന് നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അതുപോലെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ അവർ നമ്മളുടെ ചുറ്റും ഉണ്ടാകാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളവരാണ് നമുക്കൊരു സപ്പോർട്ടും നമ്മളുടെ ഉയർച്ചയ്ക്കും ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ആയിട്ട് ചുറ്റപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും ശ്രമിക്കേണ്ടതും. ഇപ്പോൾ ബൗണ്ടറി കീപ്പ് ചെയ്യാനും അകന്ന് നിൽക്കാനും ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അതെങ്ങനെയാണത്, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമുക്ക് മനസ്സാക്ഷി ഉള്ളതുകൊണ്ട് നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല, അല്ലേ? നമുക്ക് സന്തോഷവും സമാധാനവും വേണം. മറ്റൊരാളുടെ പ്രവൃത്തിയോ പെരുമാറ്റമോ കൊണ്ട് നമുക്കത് അസ്വസ്ഥതയാണ് സ്ഥിരമായി ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് അകലം പാലിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ ശരി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഇതുപോലെയുള്ള അസ്വസ്ഥത ആക്കുന്ന മനുഷ്യരുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അവരിൽ നിന്ന് അകലം പാലിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. I hope this brought a smile to your face. Let the smile go on. Thank you.